നമസ്കാരം. പുരാണങ്ങളിൽ സൃഷ്ടി എന്നാലേ ബ്രഹ്മദേവനാണ്. എന്നാൽ കാമധേനു സൃഷ്ടികർമ്മം നടത്തിയതായി പറയപ്പെടുന്നതും ശ്രീമുരുകന്റെയും ദേവയാനിയുടെയും വിവാഹത്തിന് മുസുകുന്ദ ചക്രവർത്തിക്ക് ശ്രീപരമേശ്വരൻ വിവാഹ ക്ഷണപത്രിക അയച്ച ക്ഷേത്രമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு കല്യാണ പശുപതീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ കരൂർ ജില്ലയിൽ കരൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും നടന്നു പോകാവുന്ന ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ, പശുപതീശ്വരർ, പശുപതിനാഥർ, ആദിലേയപ്പർ എന്നീ നാമങ്ങളിലും ദേവി ശ്രീപാർവതി, അലങ്കാരവല്ലി, സൗന്ദര്യനായകി, കൃപാനായകി എന്നീ നാമങ്ങളിലും അനുഗ്രഹം ചൊരിയുന്നു. 7 ചോഴനാട്ട് ശിവസ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 211ാമത്തേതാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിൽ ഒരാളായ തിരുജ്ഞാന സമ്പന്നർ ഭഗവാനെപ്പറ്റി ദേവാരംപാടിലും, കരൂരാർ സിദ്ധർ തിരുവിസൈപ്പായിലും, അരുണഗിരിനാഥർ ഇവിടുത്തെ ശ്രീമുരുകനെ പറ്റി 7 കീർത്തനങ്ങൾ തിരുപ്പുകഴിലും പാടിയിരിക്കുന്നു. 63 നായന്മാരിൽ എരിപത്ത നായനാരുടെയും പുകഴ്ചോഴ നായനാരുടെയും ജന്മസ്ഥലം കൂടിയാണ് ഈ പ്രദേശം. 18 സിദ്ധന്മാരിൽ ഒരാളായ കരൂരാർ സിദ്ധർ ഈ പ്രദേശത്ത് ജനിച്ച് ജീവിച്ച് ഒടുവിൽ മോക്ഷമടഞ്ഞത് ഈ ക്ഷേത്രത്തിലാണ്. പങ്കുനി മാസം 14, 15, 16 തീയതികളിൽ സൂര്യൻ തന്റെ കിരണങ്ങളാൽ ഈ ക്ഷേത്രത്തിലെ ഭഗവാന് അർച്ചന ചെയ്യുന്നു. മുസുകുന്ദ ചക്രവർത്തി തിരുപ്പണികൾ ചെയ്ത ക്ഷേത്രമാണിത്. തിരുപ്പറങ്കുன்றത്തിൽ വെച്ച് നടന്ന ശ്രീമുരുകനും ദേവയാനിയുമായുള്ള വിവാഹത്തിന് ക്ഷണിച്ച് മുസുകുന്ദ ചക്രവർത്തിക്ക് ശ്രീപരമേശ്വരൻ കല്യാണക്കുറി അയച്ചത് ഇവിടെ നിന്നാണെന്നാണ് സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. മുസുകുന്ദ ചക്രവർത്തിയെപ്പറ്റി തിരുവാരൂർ വീഡിയോയിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. പണ്ടൊരു കാലത്ത് സൃഷ്ടികർമ്മം നടത്തുന്നതിനിടയിൽ ബ്രഹ്മദേവൻ ഇങ്ങനെ ചിന്തിച്ചു: ഈ ഭൂമിയിൽ ജീവജാലങ്ങളില്ലെങ്കിൽ ഭൂമിക്ക് ചലനമില്ല. അപ്പോൾ ഭൂമിയിൽ ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്ന തന്നെക്കാളും ഉയർന്നവർ ഈ 7 ലോകങ്ങളിലും ആരും തന്നെയില്ല. അതിരുകടന്ന അഹങ്കാരത്തോടെ ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മത്തിൽ കൃത്യവിലോപം കാണിച്ചു തുടങ്ങി. ഇതു മനസ്സിലാക്കിയ ശ്രീപരമേശ്വരൻ കാമധേനുവിലൂടെ ബ്രഹ്മദേവന്റെ അഹങ്കാരം അടക്കാൻ തിരുവിളയാടൽ നടത്തി. ആ കാലഘട്ടത്തിൽ മോക്ഷത്തിനായി ശ്രീപരമേശ്വരനെ പ്രാർത്ഥിക്കുകയായിരുന്നു കാമധേനു. നാരദ മഹർഷി അവിടെ എത്തി കാമധേനുവിനോട് ഭൂമിയിൽ വഞ്ചിമരങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഈ പ്രദേശത്ത് പോയി മൺപുറ്റിനുള്ളിലിരിക്കുന്ന ആദിലിംഗത്തെ പൂജിച്ചാൽ മോക്ഷപ്രാപ്തി എന്ന് നിർദ്ദേശിച്ചു. അപ്രകാരം കാമധേനു ഇവിടെ എത്തി മൺപുറ്റിനുള്ളിലെ ശിവലിംഗം കണ്ടുപിടിച്ച് തന്റെ അകടിൽ നിന്നും പാൽ ചുരത്തി ഭഗവാനെ ദിനവും പൂജിച്ചുകൊണ്ടിരുന്നു. ഒരു നാൾ യാദൃച്ഛികമായി പാലഭിഷേകം നടത്തുമ്പോൾ കുളമ്പ് ശിവലിംഗത്തിൽ തട്ടി രക്തം വരുന്നത് കണ്ട് കാമധേനു സങ്കടത്തോടെ ഭഗവാനോട് മാപ്പ് പറഞ്ഞു. ഭഗവാൻ കാമധേനുവിന്റെ ഭക്തിയിൽ തൃപ്തനായി കാമധേനു ഭഗവാനെ പൂജിച്ച ഓർമ്മയ്ക്കായി സ്വയം പശുപതീശ്വരർ എന്ന നാമം ഏറ്റെടുത്തതോടൊപ്പം കാമധേനുവിന് സൃഷ്ടികർമ്മം ചെയ്യാനുള്ള വരവും കൊടുത്തു. അതീവ സന്തോഷത്തോടെ കാമധേനു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം സൃഷ്ടികർമ്മം തുടങ്ങി. ഇത് വീക്ഷിക്കുകയായിരുന്ന ബ്രഹ്മദേവന് താൻ ഇല്ലെങ്കിലും ഭൂമിയിൽ സൃഷ്ടികർമ്മം നടക്കും എന്ന് മനസ്സിലായി. അഹങ്കാരം ശമിച്ചു. ഭൂമിയിൽ ഇവിടെ എത്തി ഭഗവാനോട് മാപ്പ് പറഞ്ഞ് ഭഗവാനെ പൂജിച്ചു. ഒടുവിൽ ഭഗവാൻ ബ്രഹ്മാവിന് സൃഷ്ടികർമ്മം തിരിച്ചേൽപ്പിച്ച് കാമധേനുവിനെ ഇന്ദ്രനൊപ്പം ഇന്ദ്രലോകത്തേക്ക് അയച്ചു എന്നാണ് സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. വേറൊരു ഐതിഹ്യം: ശിവഭക്തരായ 63 നായന്മാരിൽ ഒരാളാണ് എരിപത്ത നായനാർ. ശിവസേവയ്ക്കും ശിവഭക്തർക്കുമായി ജീവിതം ഒഴിഞ്ഞുവെച്ച അദ്ദേഹം എപ്പോഴും ഒരു കോടാലി കയ്യിൽ കരുതാറുണ്ട്. ശിവഭക്തർക്കെതിരെയുള്ള ഉപദ്രവങ്ങൾക്ക് അദ്ദേഹം ആ ആയുധം പ്രയോഗിക്കാനും മടിക്കാറില്ല. അക്കാലത്ത് ശിവകാമി ആണ്ടാർ എന്ന തീവ്ര ശിവഭക്തിയായ വൃദ്ധയും അവിടെ ജീവിച്ചു വന്നിരുന്നു. എന്നത്തെയും പോലെ ഒരു നവമി നാൾ വൃദ്ധ ശിവഭഗവാന് ചാർത്താനുള്ള മാലയുമായി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടം ഭരിച്ചിരുന്ന പുകഴ്ചോഴ മന്നന്റെ ആന അതുവഴി വരികയും ശിവകാമി ആണ്ടാരുടെ കയ്യിലെ പൂമാല പിടിച്ചു വലിച്ച് നശിപ്പിച്ചു കളയുകയും ചെയ്തു. വൃദ്ധയുടെ കരച്ചിൽ കേട്ട് അതുവഴി പോയ എരിപത്ത നായനാർ കാര്യങ്ങൾ മനസ്സിലാക്കി കോപത്തോടെ ആനയെ പിന്തുടർന്ന് അതിനെ കോടാലി കൊണ്ട് വെട്ടിക്കൊന്നു. തടയാനെത്തിയ പാപ്പാന്മാരെയും അദ്ദേഹം വകവരുത്തി. നാട്ടുകാരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയ തീവ്ര ശിവഭക്തനായ പുകഴ്ചോഴ മന്നൻ തന്റെ ആനയാലും ആളുകളാലും ഒരു ശിവഭക്തയ്ക്ക് അനിഷ്ടം സംഭവിച്ചല്ലോ, താൻ ശിവാപരാധം ചെയ്തല്ലോ എന്ന് ചിന്തിച്ച് എരിപത്ത നായനാർക്ക് മുന്നിലെത്തി ആ കുറ്റം താൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയും വധിക്കാൻ എരിപത്തർക്ക് കഴുത്ത് കാണിച്ചു കൊടുത്തു. ഇത്രയും ശിവഭക്തനായ രാജാവിന് തന്നാൽ കഷ്ടം ഏർപ്പെട്ടല്ലോ എന്ന് ചിന്തിച്ച് എരിപത്തർ സ്വയം വെട്ടിമരിക്കാൻ തയ്യാറായപ്പോൾ ഇനിയൊരു ദുരന്തം കൂടി തന്നാൽ സംഭവിക്കരുത് എന്ന് ചിന്തിച്ച് പുകഴ്ചോഴ മന്നൻ എരിപത്തരെ തടഞ്ഞു. എരിപത്തർ എത്രത്തോളം ശിവഭക്തൻ എന്ന് മാലോകരെ അറിയിക്കാൻ ശ്രീപരമേശ്വരൻ നടത്തിയ തിരുവിളയാടലായിരുന്നു അത്. ഭഗവാൻ ആനയ്ക്കും പാപ്പാന്മാർക്കും ജീവൻ കൊടുത്തു. ശിവകാമി ആണ്ടാരുടെ പൂക്കൂടയിൽ പുതിയ പൂക്കൾ വന്നു നിറഞ്ഞു എന്നാണ് ഐതിഹ്യം. ഈ മന്നൻ പിന്നീട് പുകഴ്ചോഴ നായനാർ എന്നറിയപ്പെട്ടു. ക്ഷേത്രത്തിലെ കൽത്തൂണിൽ ഈ ശില്പമുണ്ട്. ഈ ഐതിഹ്യത്തിന്റെ ഓർമ്മയ്ക്കായി ഇന്നും പുരട്ടാസി മാസത്തിൽ ക്ഷേത്രത്തിൽ പൂക്കൂടലെ തിരുവിഴ നടക്കുന്നു. മറ്റൊരു ഐതിഹ്യം കരൂരാർ സിദ്ധരെ കുറിച്ചാണ്. പുരാണങ്ങളിൽ 18 സിദ്ധന്മാരിൽ ഒരാളായ കരൂരാർ സിദ്ധരുടെ ജന്മദേശം കരുവൂർ എന്ന ഇന്നത്തെ കരൂരാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്ന അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ ശിവഭഗവാനെ പൂജിച്ചു വന്നിരുന്നു.
അദ്ദേഹത്തെപ്പറ്റി തിരുനെൽവേലി ക്ഷേത്ര വീഡിയോയിലും തഞ്ചൈ പെരിയ കോവിൽ ഐതിഹ്യത്തിലും നാറുമ്പൂനാഥർ കോവിൽ പുരാണത്തിലും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഭഗവാനെ പൂജിക്കുന്നത് ഇഷ്ടപ്പെടാതിരുന്ന അക്കാലത്തെ ബ്രാഹ്മണർ അദ്ദേഹം ഭഗവാനെ മാംസവും മദ്യവും വെച്ച് വാമമാർഗത്തിൽ പൂജിക്കുന്നു എന്ന് രാജാവിനോട് പരാതിപ്പെടുകയും രാജാവ് നിജസ്ഥിതി അന്വേഷിച്ചപ്പോൾ അതെല്ലാം കള്ളപ്രചാരണമാണെന്ന് തെളിഞ്ഞ് അവരെ ശിക്ഷിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ സഹിക്കവയ്യാതെ ഒരു തൈപ്പൂയം ദിവസം അദ്ദേഹം കരുവറയിലേക്ക് ഓടിക്കയറി ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് ശിവലിംഗത്തിൽ ഐക്യമായി. അതിനാൽ ഇന്നും ഈ ക്ഷേത്രത്തിലെ ശിവലിംഗം ചരിഞ്ഞാണ് ഇരിക്കുന്നത്. മറ്റൊരു ഐതിഹ്യം ക്ഷേത്രത്തിലെ സൗന്ദര്യനായകി അമ്മനെക്കുറിച്ചാണ്. കരൂരിനടുത്തുള്ള അപ്പിപാളയത്തിൽ ജനിച്ചു വളർന്ന തീവ്ര ശിവഭക്തയായ വടിവുടയാൾ എന്ന യുവതി ശിവഭഗവാനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. ഒരിക്കലും നടക്കാത്ത ഈ മോഹം അറിഞ്ഞ മാതാപിതാക്കൾ സങ്കടപ്പെട്ടു. ഒരു നാൾ മാതാപിതാക്കളുടെ സ്വപ്നത്തിൽ പங்குനി ഉത്രം 7-ാം നാൾ ഭഗവാൻ അവളെ വിവാഹം ചെയ്യുമെന്നും അന്ന് ഗ്രാമത്തിലാകെ മലർമഴ പൊഴിയുമെന്നും സൂചന കിട്ടി. പങ്കുനി ഉത്രം 7-ാം നാൾ വടിവുടയാൾ തീവ്രമായി ധ്യാനത്തിലിരിക്കെ ഗ്രാമത്തിൽ മലർമഴ പൊഴിയുകയും വടിവുടയാളുടെ കഴുത്തിൽ മാലരൂപത്തിൽ ജ്യോതി വീഴുന്നതും നാട്ടുകാർ കണ്ടു. മാതാപിതാക്കൾ മകളെ ക്ഷേത്രത്തിലേക്ക് ഒരുക്കിക്കൊണ്ടുവന്നപ്പോൾ സൗന്ദര്യനായകി എന്ന നാമത്തിൽ ആ പെൺകുട്ടി കരുവറയ്ക്കുള്ളിലെ ശിവലിംഗത്തിൽ ഐക്യമായി എന്നാണ് ഐതിഹ്യം. ഇന്നും പങ്കുനി ഉത്രം 6-ാം നാൾ ശിവഭഗവാന്റെ ഉത്സവമൂർത്തിയെ അപ്പിപാളയത്തിലേക്ക് എഴുന്നള്ളിച്ച് 7-ാം നാൾ സൗന്ദര്യനായികയെ തിരുക്കല്യാണം ചെയ്തുകൊണ്ട് കോവിലിലേക്ക് തിരിച്ചു വരുന്ന വൈഭവം ക്ഷേത്രത്തിൽ നടക്കുന്നു. ഏകദേശം 1200 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും കിഴക്ക് ദർശനമായ 120 അടി ഉയരത്തിലുള്ള 7 നിലയുള്ള രാജഗോപുരത്തോടും കൂടിയ പുരാതനമായ കല്യാണ പശുപതീശ്വരർ കോവിൽ ചോഴ രാജാക്കന്മാരിൽ മുസുകുന്ദ ചക്രവർത്തി പുനർനിർമ്മാണം ചെയ്തതായാണ് അനുമാനം. പുകഴ്ചോഴ മണ്ഡപം, നൂറുകാൽ മണ്ഡപം എന്നിങ്ങനെയുള്ള മണ്ഡപങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രഗോപുരം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ കല്ലുകൊണ്ടുണ്ടാക്കിയ ധ്വജസ്തംഭം, അതിൽ ഒരു ഭാഗത്ത് കാമധേനു ശിവപൂജ ചെയ്യുന്ന ശില്പവും മറുഭാഗത്ത് പുകഴ്ചോഴ നായനാരുടെ ശില്പവുമുണ്ട്. ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കരുവൂരാർ സിദ്ധർക്ക് തനി സന്നിധിയുണ്ട്. പ്രധാന സന്നിധിക്ക് മുന്നിലാണ് നൂറുകാൽ മണ്ഡപം. അരികിൽ ഭക്തർക്ക് ധ്യാനം ചെയ്യാൻ മണ്ഡപവും കാണാം. ഈ ക്ഷേത്രത്തിൽ പ്രധാന കരുവറയിൽ മൂലവർ ശിവഭഗവാൻ കല്യാണ പശുപതീശ്വരർ എന്ന നാമത്തിൽ ചതുരപീഠത്തിൽ സ്വല്പം വലിയ സ്വയംഭൂവായ ശിവലിംഗ തിരുമേനിയായി അനുഗ്രഹം ചൊരിയുന്നു. ഐതിഹ്യപ്രകാരം സ്വല്പം ചരിഞ്ഞിരിക്കുന്ന ശിവലിംഗത്തിൽ പശുക്കുളമ്പിന്റെ അടയാളമുണ്ട്. ഈ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ മനസമാധാനം, ഉദ്യോഗ ഉയർച്ച, വിവാഹ സന്താന തടസ്സം നീങ്ങും എന്നിങ്ങനെയാണ് ഫലങ്ങൾ. ക്ഷേത്രത്തിൽ 2 അമ്മൻ സന്നിധികളുണ്ട്. ഭഗവാന്റെ ഇച്ഛാശക്തിയായി അലങ്കാരനായകി അമ്മൻ കിഴക്ക് ദർശനമായും ക്രിയാശക്തിയായി സൗന്ദര്യനായകി അമ്മൻ തെക്ക് ദർശനമായും പ്രത്യേകം സന്നിധികളിൽ നിലകൊള്ളുന്നു. ഭക്തർ ഈ സന്നിധികളിൽ വസ്ത്രം ചാർത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഈ ക്ഷേത്രത്തിൽ പ്രധാന ദേവതകളെ കൂടാതെ മുസുകുന്ദ ചക്രവർത്തി, നടരാജർ, ദക്ഷിണാമൂർത്തി, ലക്ഷ്മി, വള്ളിദേവയാനി സമേത 6 മുഖർ, 63 നായന്മാർ, നവഗ്രഹങ്ങൾ, 8 കൈകളോടെ ഭൈരവർ, പഞ്ചലിംഗങ്ങൾ, തിരുജ്ഞാന സംബന്ധർ, എരിപത്ത നായനാർ, മന്നൻ, പുകഴ്ചോഴൻ എന്നിങ്ങനെയുള്ള കുറച്ച് ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം വഞ്ചിമരം, എന്നാൽ വില്ലുമരമാണ് ഇന്ന് ക്ഷേത്രത്തിലുള്ളത്. ക്ഷേത്രതീർത്ഥം താടകേ തീർത്ഥം, അമരാവതി നദി. ആഗമവിധി പ്രകാരമുള്ള 4 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രദോഷം പങ്കുനിയുത്രം 13 നാൾ, മാർഗഴി തിരുവാതിര, ആരുദ്ര ദർശനം 13 നാൾ, ഗുരുമാറ്റം, ശനിമാറ്റം, പൗർണമി, എരിപത്ത നായനാർ ഉത്സവം, നവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. പൂജാസമയം രാവിലെ 6 മണി മുതൽ 11 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുച്ചിയിൽ നിന്ന് 80 കിലോമീറ്റർ, ഈറോഡ് നിന്ന് 65 കിലോമീറ്റർ, കരൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് 1/2 കിലോമീറ്റർ, അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കരൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.